മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറേ മാസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ ഒരു നീലകണ്ഠ പിള്ളയെ വാഴ്ത്തപ്പെട്ടവനായിട്ട് ക്രിസ്ത്യാനികൾ പ്രഖ്യാപിക്കുകയുണ്ടായി. ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ഈ നീലകണ്ഠപിള്ള ഒരു അന്നത്തെ പട്ടാളക്കാരനായിരുന്നു. അദ്ദേഹം യുദ്ധത്തിൽ മരിച്ചു. അദ്ദേഹത്തിനെ ക്രിസ്തുമതം സ്വീകരിച്ചതിന് ഹിന്ദുക്കള് കൊന്നതാണ് എന്ന് വരുത്തി തീർത്ത് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് വേണ്ടി ജീവിച്ച ഒരാള് എന്ന് പ്രഖ്യാപിച്ച് 100-200 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന നീലകണ്ഠപിള്ളയെ നീലകണ്ഠപിള്ള എന്ന പേരോടുകൂടി തന്നെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു. അതായത് ജീവിച്ചിരുന്നൊരു മനുഷ്യൻ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു എന്ന് വരുത്തി തീർത്ത് ഭാരതത്തിൽ ഒരിടത്തും മതം മാറിയതിന് ഒരാളെയും കൊന്നിട്ടില്ല. സെന്റ് തോമസ് ഭാരതത്തിലേക്ക് വന്നിട്ട് പോലുമില്ല എന്ന് പച്ചയ്ക്ക് പോപ്പ് പ്രഖ്യാപിച്ചു. എഴുതി പ്രസിദ്ധീകരിച്ചിട്ട് പോലും ആ സെന്റ് തോമസിനെ ചെന്നൈയിലെ സെന്റ് തോമസ് മൗണ്ടിൽ വെച്ച് ഹിന്ദുക്കൾ കൊന്നു എന്ന് വളരെ നികൃഷ്ടമായ രീതിയിൽ പ്രചരിപ്പിച്ചതുപോലെ നീലകണ്ഠപിള്ളയെ അങ്ങനെ വധിച്ചു എന്നും അതിനാൽ ക്രിസ്തുമതത്തിന് വേണ്ടി ജീവിച്ച വ്യക്തി എന്നുള്ള നിലയിൽ വാഴ്ത്തപ്പെട്ടവനായി എന്നുള്ളതാണ് പ്രഖ്യാപനം. ശരിക്ക് അൽഫോൻസാമ എന്നൊരു സീരിയൽ TV-യിൽ ഉണ്ടായിരുന്നു, പള്ളിക്കാരുടെ അനുഗ്രഹത്തോടു കൂടി കൊടുത്തത്. 10-60 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അൽഫോൻസാമ അവരെ ഒരു ഭ്രാന്തിയായിട്ട് മുദ്രകുത്തി വീട്ടുതടങ്കലിലായിരുന്നു 10-12 വർഷം വീട്ടുകാരും പള്ളിക്കാരും വെച്ചിരുന്നത്. അവര് മരിച്ച് 10-60 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ നിന്നൊരു പുണ്യവാളത്തിയെ ഉണ്ടാക്കാനായിട്ട് കേരളത്തിലെ ജനങ്ങളാണ്, ക്രിസ്ത്യാനികളാണ് ഭാരതം മുഴുവനും ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്തുന്നത്. അപ്പോൾ കേരളത്തിന് സമ്മാനമായിട്ട് ഒരു പുണ്യവാളത്തിയെ, സെയിന്റിനെ, അൽഫോൻസാമയെ എന്ന് പള്ളിക്കാരും ക്രിസ്ത്യാനികളും മുദ്രകുത്തിയ ഭ്രാന്തിയായിരുന്ന എന്ന് അവര് മുദ്രകുത്തിയ അൽഫോൻസാമയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചു. പ്രത്യേകിച്ച് എന്തെല്ലാം ചെയ്തിട്ടാണോ ചാവറയച്ചനെ വിശുദ്ധനാക്കി പ്രഖ്യാപിച്ചതും ഏവുപ്രാസ്യാമയെ പ്രഖ്യാപിച്ചതും അറിഞ്ഞൂടാ, ഭക്തരായതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇവരെയൊക്കെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ആരുടെയോ വയറുവേദനയോ ആരുടെയോ TB-യോ ക്യാൻസറോ ഒക്കെ മാറി എന്നാണ് പറയുന്നത്. പക്ഷേ മദർ തെരേസയെ ചികിത്സിച്ച ഡോക്ടർ ബിശ്വാസ് പറയുന്നു, ഞാൻ ചികിത്സിച്ചിട്ടാണ് ഒരു സ്ത്രീയുടെ അസുഖം മാറിയത്. അടിവരയിട്ട് പറഞ്ഞിട്ടും അത് മദർ തെരേസയുടെ, മരിച്ചുപോയ വ്യക്തിയുടെ അനുഗ്രഹം കൊണ്ട്. മരിച്ചുപോയ പിന്നെ പോയത് തന്നെയാണ്. പാപത്തിന്റെ പ്രതിഫലമാണ് മരണം എന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അൽഫോൻസാമയും മരിച്ചു, നീലകണ്ഠപിള്ളയും മരിച്ചു, ഏവുപ്രാസ്യാമയും മരിച്ചു, ചാവറയച്ചനും മരിച്ചു, അതുപോലെ തന്നെ മദർ തെരേസയും മരിച്ചു. അപ്പോ പാപത്തിന്റെ പ്രതിഫലമാണ് മരണമെങ്കിൽ അവരൊക്കെ പാപികളാണെന്ന് ഉറപ്പാണ്. ഇനി മരിക്കാൻ പോകുന്ന പോപ്പും പാപിയാണെന്ന് ഉറപ്പാണ്. അപ്പൊ ഒരു പാപി കുറേ പാപികളെ അങ്ങോട്ട് പുണ്യവാളന്മാരായിട്ട് ഡിക്ലെയർ ചെയ്യുന്നതാണ് അക്ഷരാർത്ഥത്തില് ആൾ ദൈവം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. താൻ സ്വയം ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു നടന്ന യേശുക്രിസ്തു ഭർത്താവ് ജീവിച്ചിരിക്കെ, ജോസഫ് ജീവിച്ചിരിക്കെ കന്യാമറിയത്തിൽ ഗർഭം യഹോവ ഉണ്ടാക്കി. യഹോവ എന്ന് പറഞ്ഞൊരു സങ്കല്പമാണ്.
ആ സങ്കല്പത്തിലുള്ള യഹോവ ചരിത്രമെന്നാണ് ബൈബിളിനെ പറയുന്നതെങ്കിൽ, കഥാപുസ്തകം എന്ന് പറയുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അത് ധാരാളം പുരാണ കഥകളിലും അതുപോലെയൊക്കെ ഉണ്ട്. ചരിത്ര പുസ്തകം ആണ് ബൈബിളെങ്കിൽ ആ ബൈബിളിലെ യഹോവ എന്ന ദൈവം കന്യാമറിയത്തിൽ ഗർഭമുണ്ടാക്കി, അപ്പൊ ദൈവത്തിന്റെ പുത്രൻ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞ് നടന്നതാണ് ശരിക്കാൾ ദൈവം. ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇപ്പൊ കേരളത്തിലെ ചുംബനത്തെ സ്പോൺസർ ചെയ്യുന്ന ദേശീയ ദിനപത്രം ഉൾപ്പെടെ അമൃതാനന്ദമയ്യെയും സായിബാബയെയുമാണ് ആൾദൈവമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവരെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾ ഈ 5 പുണ്യവാളന്മാരും പുണ്യവാളത്തിമാരും ഒരുമിച്ച് ചെയ്തതിനേക്കാൾ കൂടുതലാണ്. സെയിന്റ് ഫ്രാൻസിസ് സേവിയർ ഉൾപ്പെടെ അവർ ഓരോരുത്തരും ചെയ്തിരിക്കുന്ന അത്രയുണ്ട്. അവരെ ജീവിച്ചിരിക്കുന്നു എന്ന കാരണത്തിൽ ആൾദൈവം എന്ന് പറയും. മരിച്ചിട്ടാണ് അവരെ വിശുദ്ധയാക്കിയതെങ്കിൽ ഒരുപക്ഷെ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. പക്ഷെ ഹിന്ദുക്കൾക്ക് അങ്ങനെ ആരെങ്കിലും സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഒരാളെ വിശുദ്ധനാക്കുന്ന പരിപാടി ഇല്ലാത്തത് കൊണ്ട് ഇവരെ വിശുദ്ധനാക്കില്ല. സായിബാബ സായി ഗംഗ പദ്ധതിയിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും ജലം മരുന്നും കൊടുക്കുന്നതിലൂടെയും ഫ്രീ ആയിട്ട് 10,000-കണക്കിന് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പുട്ടപർത്തിയിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ 10 പൈസ ചെലവില്ലാതെ ന്യൂറോ സർജറിയും ഹാർട്ട് സർജറിയും കഴിഞ്ഞ് വരുന്നുണ്ട്. അതൊന്നും നല്ല ലിസ്റ്റിൽ ഇവരാരും പെടുത്തിയിട്ടില്ല. അമൃതാനന്ദമയ്യും 1000-കണക്കിന് വ്യക്തികൾക്ക് വീട് വെച്ചു കൊടുക്കുകയും ഭക്ഷണം കൊടുക്കുകയും അനാഥാലയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതൊന്നും ലിസ്റ്റിലില്ല. അത് ഹിന്ദുക്കളുടെ ആയതുകൊണ്ട് ആരും സപ്പോർട്ട് ചെയ്യില്ല. ഈ ഏവുപ്രാശ്യാമ്യം ചാവറയച്ചനെയും വിശുദ്ധയാക്കി പ്രഖ്യാപിച്ചത് മാതൃഭൂമി എന്ന പത്രം ഹോൾസെയിലായിട്ടാണ് എത്തിച്ചത്. അതേസമയത്ത് 3 ദിവസമായിട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യൻ സയന്റിഫിക് ഹെറിറ്റേജ് എന്ന വിഷയത്തെക്കുറിച്ച് IIT ബോംബെയിലെയും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെയും IIT ചെന്നൈയിലെ ഉൾപ്പെടെ പ്രഗത്ഭരായ വ്യക്തികളും ഡയറക്ടർമാരും വൈസ് ചാൻസലർമാരും വന്ന് നടത്തിയ ഇന്ത്യൻ സയന്റിഫിക് ഹെറിറ്റേജിന്റെ പ്രഭാഷണം മലയാള മനോരമ നന്നായിട്ട് കൊടുത്തു. മാതൃഭൂമി തമസ്കരിക്കുകയാണ് ചെയ്തത്, കൊടുത്തേയില്ല. അപ്പൊ ഇവരെ എല്ലാവരെയും ആൾദൈവമായിട്ട് പ്രഖ്യാപിക്കുന്നത്, സെയിന്റായിട്ട് പ്രഖ്യാപിക്കുന്നത് അതിഗംഭീരമായിട്ട് കൊടുത്തു. മാത്രമല്ല, സായിബാബ മരിച്ചപ്പോ പുട്ടപർത്തിയിലെ സായി സേവാ സമിതിയും ബാക്കിയെല്ലാം പുട്ടപർത്തിയിലെ എല്ലാം തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ച് എത്രയാ വാർത്തകൾ പത്രത്തിൽ വന്നത്. എന്താ തകർന്ന് തരിപ്പണമാകാൻ പോകുന്നതെന്നറിയോ? 86 വയസ്സിൽ സായിബാബ സമാധിയായി. പക്ഷെ സായിബാബ പറഞ്ഞിരുന്നത് 96 വയസ്സിലാണെന്നാണ്. ആ നമ്പറിൽ കയറി പിടിച്ചിട്ടാണ് സായിബാബ ചെയ്ത എല്ലാ നന്മകളെയും അങ്ങ് തിരസ്കരിച്ച് അദ്ദേഹത്തിനെ ആൾദൈവമാക്കിയിട്ട് ഹിന്ദുവിനെ അവഹേളിക്കാൻ ഇവിടത്തെ ഇടതുപക്ഷവും പുരോഗമനവാദിക്കാരും യുക്തിവാദികളും നിരന്തരം ശ്രമിച്ചത്. മാതാമൃതാനന്ദമയി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനത്തെയും നിരാകരിച്ചും അവഹേളിച്ചും പുച്ഛിച്ചും അപകീർത്തിപ്പെടുത്തിയുമാണ് ജോൺ ബ്രിട്ടാസ് എന്ന മനുഷ്യന് പിണറായി വിജയൻ സപ്പോർട്ട് കൊടുത്ത് ഇവിടുന്ന് ന്യൂയോർക്കിൽ പോയിട്ട് ഗെയിലിനെ കണ്ട് ഇന്റർവ്യൂ നടത്തിയിട്ട് അമൃതാനന്ദമയിയുടെ കൂട്ടത്തിൽ 10-16 വർഷം വർക്ക് ചെയ്ത അമ്മയെക്കുറിച്ച് ഗംഭീരമായിട്ടൊരു പുസ്തകം എഴുതിയ, ഗായത്രി എന്ന പേര് സ്വീകരിച്ച് അമ്മയെക്കുറിച്ച് ഗംഭീരമായിട്ടൊരു പുസ്തകം എഴുതിയ ആ സ്ത്രീയോട് ഇല്ലാത്ത കാര്യങ്ങളും പറയാത്ത കാര്യങ്ങളും ചോദിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞ് കൈരളി ചാനലിലെ അമൃതാനന്ദമയെ അവഹേളിക്കാൻ ജോൺ ബ്രിട്ടാസ് എന്ന സിനിമാ നടൻ കാട്ടിക്കൂട്ടിയ വിക്രിയയും അതിന് തുല്യമായിട്ടോ കൂടുതലായിട്ടോ മീഡിയ വൻകാരം ചെയ്തു കൂട്ടിയ എല്ലാ പ്രാരബ്ധങ്ങളും ഓർമ്മിക്കണം. ഒരു പ്രവാചകന്റെ ചിത്രം വരച്ചതിന് കൊലവിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മതസംഘടന, അതേ സമയത്ത് 40,000-ഓളം ഹിന്ദുക്കളെ മതം മാറാൻ വിസമ്മതിച്ചതിന് കഴുത്തറുത്ത സെയിന്റ് ഫ്രാൻസിസ് സേവിയറിനെ കേരളം മുഴുവനും പ്രതിഷ്ഠിച്ച് നടക്കുന്ന ക്രിസ്ത്യാനികൾ, അവര്
അവര് അമൃതാനന്ദമയ്യെയും സായിബാബയെയും നിഷ്കരുണം ഇതേപോലെ ചെയ്തിട്ടും, ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാൻ ഒക്ടോബർ മാസം 2-ാം തീയതി ഞാൻ പുട്ടപർത്തിയിൽ പോയിരുന്നു. ഞാൻ സായി ഭക്തനൊന്നും അല്ല, സായി സേവാ സമിതിയിൽ അംഗവുമല്ല, പ്രവർത്തിക്കാറുമില്ല. പക്ഷെ അവിടെ ചെന്ന് സായിബാബ കൊടുക്കുന്ന വിജയദശമി സന്ദേശം കൊടുക്കാനൊരു ഭാഗ്യം എനിക്ക് കിട്ടി ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ. ഞാൻ പ്രഭാഷണം നടത്തിയ സദസ്സിൽ എന്റെ പ്രഭാഷണം കേൾക്കാനല്ല, സ്വാഭാവികമായിട്ടും സായിബാബയുടെ പ്രാർത്ഥനയും ഭജനയ്ക്കും പങ്കെടുക്കാനായിട്ട് ആ ഹാളിനകത്ത് അവരുടെ കണക്കനുസരിച്ചിട്ട് 38,000 പേര് ഇരിക്കാറുണ്ട്. ഫുള്ളായിരുന്നു ഹാളിൽ. പുറത്തുണ്ടായിരുന്നു. അടുക്കും ചിട്ടയോടും കൂടി സായിബാബ ജീവിച്ചിരുന്നതിനേക്കാൾ അസാധാരണമാം വിധത്തിൽ ഡിസിപ്ലിൻഡായിട്ട് പുട്ടപർത്തിയും പ്രശാന്തി നിലയം സ്കൂളും കോളേജും വോളണ്ടിയേഴ്സും അതിഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ആ നിലനിൽക്കേണ്ടതിനെ പ്രകൃതി നിലനിർത്തും, അല്ലാത്തതിനെ അടിച്ചു തെറിപ്പിക്കും എന്ന് പറയുന്നതിന് മറ്റൊരു ഉദാഹരണം ഇന്നലെയും ഇന്നും. ഇന്നലെയാണ് ഞാൻ കണ്ടത്, 24-ാം തീയതി, ജനുവരി മാസം 24-ാം തീയതി. ഇന്നലെ ഞാൻ കൈമനം ആശ്രമത്തിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ് എൻ്റെ വീട്. ആ കൈമനം ആശ്രമത്തിൽ അമൃതാനന്ദമയി 24-25 ദിവസങ്ങളിൽ ഉണ്ടാവും എന്ന് അറിയിച്ചതനുസരിച്ച് അസാധാരണ പബ്ലിസിറ്റികളൊന്നും കൊടുത്തിട്ടില്ല. മാതൃഭൂമി പത്രമൊക്കെ ജസ്റ്റ് ഒരു ന്യൂസ് മാതിരിയാണ് കൊടുത്തിരിക്കുന്നത്. എരുവു പ്രാസ്യാമ്മയ്ക്കും ചാവറയച്ഛനും കൊടുത്തതിന്റെ 10,000-ത്തിലൊരു അംശം പോലും അമ്മ വരുന്നതിനെ കുറിച്ച് കൊടുത്തിട്ടില്ല എന്ന് സംക്ഷിപ്തം. അത്രയും ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് ഇന്നലെ രാവിലെ മുതൽക്ക് രാത്രി വരെ അമൃതാനന്ദമയി മഠം കൈവനത്ത് വന്നിരിക്കുന്ന തിരക്ക് ഇന്നു വരെ ആ സ്ഥലത്ത് കാണുന്നതിനേക്കാൾ കൂടുതലായിരുന്നു. അപ്പോ അമ്മയെ കാണാൻ, അമ്മയെ ഹഗ് ചെയ്യണോ, ഉമ്മ വയ്ക്കണോ, അതൊക്കെ വരുന്നവന്റെ സൗകര്യം. വെറുതെ കാണാനും അമ്മ പറയുന്നത് കേൾക്കാനുമായിട്ട് 10,000 അവിടെ ഒരാളുടെയും നിർബന്ധമില്ലാതെ മാമോദീസ മുക്കാൻ അമൃതാനന്ദമയിയുടെ മഠത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടില്ല, കല്യാണത്തിന് അമൃതാനന്ദമയിയുടെ മഠത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടില്ല, ശവമടക്കിനും അമൃതാനന്ദമയിയുടെ അടുത്തേക്ക് പോകണമെന്ന് പള്ളിക്കാർ പറയുന്ന മാതിരി പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്നുമില്ലാണ്ട്, ഒരു നിർബന്ധവും ഇല്ലാതെ അമൃതാനന്ദമയ്യെ കാണാൻ വന്നിരിക്കുന്ന 10,000 എണ്ണം ഒന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു പിണറായി വിജയൻ വിചാരിച്ചാലും, ഒരു കോടിയേരി ബാലകൃഷ്ണൻ വിചാരിച്ചാലും, ഒരു ജോൺ ബ്രിട്ടാസ് വിചാരിച്ചാലും നിലനിർത്തേണ്ടതിനെ ഇല്ലാതെയാക്കാൻ സാധിക്കില്ല. ഇത് സായിബാബയുടെ കാര്യത്തിലും മാതാ അമൃതാനന്ദമയുടെ കാര്യത്തിലും ശ്രീ ശ്രീ രവിശങ്കറിന്റെ കാര്യത്തിലും ഭാരതീയ പൈതൃകത്തിന്റെ എല്ലാ നന്മ നിറഞ്ഞ സന്ദേശങ്ങളും പ്രചരിപ്പിക്കുന്നവരുടെ കാര്യത്തിലും സത്യമാണ്. അവര് നിലനിൽക്കും. അവർ ഈ ലോകത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും മരിച്ചതിന് ശേഷം അവരെ പുണ്യവാളത്തിമാരായിട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിലും അവർ ചെയ്ത പ്രവൃത്തികളും ധർമ്മവും അതെല്ലാം നിലനിൽക്കും. ശങ്കരാചാര്യരെയും വിവേകാനന്ദനെയും മഹാത്വാചാര്യരെയും രമണ മഹർഷിയെയും രാമകൃഷ്ണ പരമഹംസരെയും പോലെ തന്നെ അത് നിലനിൽക്കുമെന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. പ്രണാമം, നമസ്കാരം.